ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 3 അംഗനവാടി പ്രവേശനോത്സവമാണ്. അതിന് ഞങ്ങളെ കുട്ടാപ്പികളെ എണീപ്പിക്കാൻ പോവുകയാണ്. ചെറിയ ആളാണ് അംഗനവാടി പോണത്, വലിയ ആൾ സ്കൂളിലേക്കാണ്. പക്ഷേ അവർക്ക് തുറക്കുന്നത് ജൂൺ 4 തീയതിയാണ്. അപ്പോൾ രണ്ടാളും കൂടെ മഴത്തണുപ്പിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഏട്ടനേതായാലും പള്ളിക്കൂടം എന്ന് വെച്ചാൽ ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ഇനി അനിയനും കൂടെ അങ്ങനെ ആവാതിരുന്നാൽ മതി എന്ന ഒരു പ്രാർത്ഥനയുള്ളൂ. പക്ഷേ എന്തോ ഭാഗ്യത്തിന് അംഗനവാടി വേണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൻ വേഗം എഴുന്നേറ്റ് കുളിക്കാനൊക്കെ വന്നു കേട്ടോ. മൂത്താക്ക ഏതായാലും അംഗനവാടി സ്കൂൾ എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നതേ ഹറാമാണ്. അപ്പോൾ അത് കണ്ടിട്ടല്ലേ താഴെയുള്ളവരും വളരുന്നത്. അതുകൊണ്ട് മനസ്സിൽ ചെറിയൊരു പേടി ഇല്ലാതില്ല. സ്വന്തം മക്കൾ കുളിച്ചൊരുങ്ങി സുന്ദരക്കുട്ടന്മാരായി സ്കൂളിൽ പോകുന്നത് കാണാൻ ഏതച്ഛനമ്മമാർക്കാണ് ഇഷ്ടമില്ലാതിരിക്കുക. പക്ഷേ ഇവിടുത്തെ കാര്യം തല കുത്തനെയാണ്. മൂത്താളൊന്ന് കുളിച്ചു മാറ്റി വണ്ടി കയറി കിട്ടണമെങ്കിൽ പഠിച്ച പണി 18 നോക്കണം. എന്നാൽ അക്കുമോൻ അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവൻ വേഗം കുളിച്ചു മാറ്റി ബാഗും കുടയൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുകയാണ്. റെഡി ആയതിന് ശേഷം എല്ലാവരോടും പറയുന്നുണ്ട്, ഞാൻ അംഗനവാടി പോകാമെന്ന്. അങ്ങനെ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങൾ ചെരുപ്പൊക്കെ എടുത്തെടുത്ത് അവൻ തന്നെ ഒറ്റയ്ക്ക് എടുത്തിടുകയാണ് ചെരുപ്പൊക്കെ. എന്നിട്ട് അവൻ്റെ ഏട്ടൻ്റെ കൂടെ പോവുകയാണ് അംഗനവാടിയിൽ. ഇവൻ്റെ കൂടെ അംഗനവാടി പോകുമ്പോൾ മൂത്തവൻ്റെ വിചാരം അവനെ അവിടെ തന്നെ നിർത്തുന്ന. പക്ഷേ ഇവന് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. ആദ്യത്തെ ദിവസമൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞത് ടീച്ചർ. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അംഗനവാടി. അതുകൊണ്ട് അവർക്ക് അത്ര ഇഷ്ടമല്ല. വണ്ടി പോകാനും ദൂരത്തേക്ക് നടന്നു പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക്. പക്ഷേ ഇവിടെ അങ്ങനെ കഴിയില്ല. ഞങ്ങൾക്ക് വീടിൻ്റെ താഴത്ത് തന്നെയാണ് അംഗനവാടി. ചില മക്കൾക്ക് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ഒരു താല്പര്യം തോന്നുന്നില്ല. ഇത് ഇവിടുത്തെ താഴത്തെ സ്ഥലത്ത് തന്നെയാണ് അംഗനവാടി ഉള്ളത്. അപ്പോൾ രണ്ടാളും കൂടെ നല്ല ഒത്തൊരുമയിൽ പോകുന്നുണ്ട്. ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് ബലൂൺ ഉണ്ടാവും, മിഠായി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ന് ഞങ്ങൾ പറഞ്ഞയക്കുന്നത്. അവൻ മുന്നത്തെ ഒരു ദിവസം പോയപ്പോൾ അവിടെ സൈക്കിളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ അവർ കയറി കളിച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഇനി പോകുമ്പോൾ സൈക്കിളൊക്കെ ഓട്ടി കളിക്കുന്നു. അതുപോലെ തന്നെ സൈക്കിളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇന്ന് പോകുന്നത്. ഇനി എത്രയൊക്കെ കരഞ്ഞെന്ന് പറഞ്ഞാലും രാവിലെ എണീച്ചപ്പോൾ അംഗനവാടി പോകാനുള്ള ആഗ്രഹം കൊണ്ട് വേഗം എണീറ്റ് കുളിച്ച് റെഡി ആയല്ലോ, അത്ര തന്നെ സമാധാനം. അപ്പോൾ ഇതാണ് ഞങ്ങൾ അംഗനവാടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു കാടിൻ്റെ നടുക്കാണോന്ന്. കാടൊന്നും അല്ല, ചെറിയ മഴ പെയ്തുകൊണ്ട് പുല്ലുകളൊക്കെ പിടിച്ചതായതാണ്. അപ്പോൾ രണ്ടാളും കൂടെ പോകുമ്പോൾ അവർ ചെറുതായിട്ടൊന്ന് അവിടെ വീണിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് വീണിട്ടേ ഉള്ളൂ. വീഴ്ചകളിൽ നിന്ന് പഠിക്കണമെന്നല്ല. എൻ്റെ മക്കൾ എത്ര വീണാലും വീഴ്ചകളിൽ നിന്ന് ഒരു പാഠവും പഠിക്കാറില്ല. അപ്പോൾ ഇവർ അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. അംഗനവാടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കളിക്കാനായിട്ട് പാർക്കും കാര്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവിടുത്തെ അംഗനവാടിയിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പം കുട്ടികൾക്ക് അത്ര താല്പര്യം ഇല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. ക്ലബ്ബിലെ ടീംസ് വന്നിട്ട്, ഇവിടെ അടുത്ത ക്ലബ്ബിലെ ടീംസ് വന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടൊക്കെ ഉണ്ട്. ഇനി കാലക്രമേണ എല്ലാം നല്ല രീതിയിൽ വികസിപ്പിക്കണമെന്ന് ഇനി മീറ്റിങ്ങിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പം അക്കുമോനെ ടീച്ചറും ആ ടീച്ചറെ പൂർവ്വ വിദ്യാർത്ഥിയും വന്നിട്ട് അകത്തേക്ക് സ്വീകരിക്കുകയാണ്. അപ്പോൾ അതാണ് ഉണ്ണിമോള് ബൊക്കെയൊക്കെ കൊടുത്തു. പിന്നെ ടീച്ചർ ബലൂണൊക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ച് ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഈ കുട്ടികളൊക്കെ എത്ര വേഗാല വലുതാവുന്നത്. ലോകുമോനെ ഈ അടുത്ത് അംഗനവാടി ആക്കിയ ഓർമ്മയാണ്. അപ്പോഴത്തേക്കും അക്കുമോനെ ആക്കാനായി. ഇത്രയും കുട്ടികളും അമ്മമാരുമാണ് കേട്ടോ ഇന്നലെ പ്രവേശനോത്സവത്തിൻ്റെ പരിപാടിയിലുണ്ടായിരുന്നത്. കുറച്ച് പേര് മുന്നേ ഉണ്ടായിരുന്നവരും കുറച്ച് പേര് പുതിയ കുട്ടികളുമാണ്. ഇനി മുന്നേ ഉണ്ടായിരുന്ന കുട്ടികൾ അവർക്ക് പഠിപ്പിച്ച പാട്ടൊക്കെ അവിടെ വല്ലാത്ത പാടി കേൾപ്പിച്ചിരിക്കുകയാണ്. എത്ര തന്നെ തെറ്റിയാലും വരി മുഴുവനായില്ലെങ്കിൽ ചെറിയ മക്കൾ പാട്ട് പാടുന്നത് കേൾക്കാനും ഡാൻസ് കളിക്കുന്നത് കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ ആക്കുമ്പോൾ അംഗനവാടിയിൽ കുറച്ച് നേരം ഇരുന്നിട്ട് ഒരു ഉച്ചയായപ്പം ചോറൊക്കെ കഴിച്ചിട്ട് ലോകുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക്